ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഇലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് നമുക്ക് ഏത് ഇലകൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ തൊടിയിലൊക്കെ ഉള്ള ഇലകൾ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നട്ട് വളർത്തിയതൊന്നല്ല, താനേ ഉണ്ടായതാണ് ഇത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ കഞ്ഞിത്തൂവ എന്നാണ് പറയുക. പിന്നെ ചില സ്ഥലത്ത് എന്താ വേറൊക്കെ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് അത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടെങ്കിലും വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സാധനം ഇവിടെ തൊടിയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇത് നമ്മളൊക്കെ ചെറുതാവുമ്പോൾ ഒരു കായ കഴിക്കലുണ്ട്. മിണ്ടിയിട്ട് പറിച്ചു കഴിഞ്ഞാൽ കയ്പ്പാണ്, മിണ്ടാതെ പറിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതങ്ങനെയൊന്നല്ല, നല്ല മൂത്തതാണ് കഴിക്കുന്നത്. ഇളയത് മിണ്ടിയാലും മിണ്ടിയിട്ടില്ലെങ്കിലും കയ്പ്പൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇലയാണ് ഞാൻ ഈ ഇല കാണിച്ച് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇലകളൊന്നും പോയിട്ട് കഴിക്കരുത്. നമ്മൾ എപ്പോഴും ഇലകളൊക്കെ നല്ല വിഷമുള്ള ഇലകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടേ എടുക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്ത് ഇല വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ സാമ്പാർ ചീര അത് കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം മറ്റുള്ള ഇലകൾ കൂടുതലുണ്ട്, അതും എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് മസൂർ ദാൽ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാറ്. ഇലക്കറികളൊക്കെ സാമ്പാർ പരിപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. മസൂർ ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, മറ്റേ നമ്മൾ ഒരു ഓറഞ്ച് കളറുള്ള ചെറിയ പരിപ്പാണ്. അത് വെച്ചിട്ടാണ് എനിക്ക് ഇലക്കറി കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ മസൂർ ദാൽ കുറച്ച് പരിപ്പൊക്കെ വളരെ കുറച്ച് മതി. ഒരുപാട് പരിപ്പൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ഒരുപാട് കുറുകിയിട്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് മസൂർ ദാൽ ഞാനിവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, നിർബന്ധമൊന്നുമല്ല, മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമേ അല്ല, വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒത്ത പോലെ വെന്താൽ മതി. പിന്നെ ഇത് താളിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാളയുടെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കുറച്ച് ചതച്ച് എടുത്തിട്ടുണ്ട്, അരിഞ്ഞോ ചതച്ചൊക്കെ എടുക്കുക. പിന്നെ പച്ചമുളകുണ്ട്, വറ്റൽമുളക് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും. ഒരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇനി അതിലേക്ക് ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ, നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം, ഇല്ലെങ്കിൽ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒരു പകുതി മൂപ്പാവട്ടെ. ഇപ്പോൾ ചെറിയുള്ളി ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് കുറച്ച് നേരത്തെ കടുക് പൊട്ടിയ പാട് ചേർക്കണ്ടിരുന്നു, ഞാനത് മറന്നുപോയതാണ്. ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് കുറച്ച് മൂത്ത് വരട്ടെ. അതിൻ്റെ മുന്നേ നമുക്കൊന്ന് പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഈ സവാളയുടെയൊക്കെ കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വരണം, അപ്പോഴേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി പരിപ്പ് ഒഴിച്ച് കൊടുക്കുക. പരിപ്പ് കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത്ര വെള്ളം പോരാ, അപ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. കട്ടിയിൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി. ഈ ഉള്ളി മൂക്കുന്നത്, ചെറിയ ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായിട്ട് വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ്. എനിക്ക് കുറച്ച് ലൂസായിട്ട് കറി വേണം, അത്ര കട്ടി കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് പാകത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ്. ഈ പരിപ്പ് കറിയിലൊന്നും ഒരുപാട് ഉപ്പ് അധികം ആവരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് കാണില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമ്മൾ ഈ ഇലകളൊക്കെ, ഒരുപാട് ഇലകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട്. എനിക്കിതൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്, ഇതൊക്കെ വെക്കാൻ പറ്റിയ ഇലകളാണെന്നുള്ളത്. അവരൊക്കെ പഴയ ആൾക്കാർ, അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഏതൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് ഞാനിത് പഠിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ചേമ്പിൻ്റെ ഇലയും ചേമ്പിൻ്റെ തണ്ടും ഒക്കെ ഇപ്പോൾ ഈ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ മൂപ്പിച്ചിട്ടില്ലേ ഉള്ളി, പിന്നെ പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിതിൽ എണ്ണയിൽ മൂപ്പിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ കറിയിലേക്കൊന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഇലയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രശ്നമല്ല, അല്ലാതെ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ,
അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അതിലൊക്കെ ധാരാളം പുഴുക്കളും അതേപോലെ താഴെ നിൽക്കുന്ന ചീരയാണെങ്കിൽ മണ്ണൊക്കെ വർഷക്കാലമൊക്കെ ആകുമ്പോൾ മണ്ണ് തെറിക്കും. അപ്പോൾ പുഴുക്കൾ, എട്ടുകാലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഇലവർഗ്ഗത്തിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം ചില വിഷബാധയൊക്കെ ഉണ്ടാവാൻ എന്താ പറയുക, മരണത്തിന് വരെ കാരണമാകുന്ന സൈസ് ജീവികൾ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ഇലയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. ഇനി ഇതിൽ ഒരു കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ഞാനിതൊന്ന് ഇലകളൊന്ന് വെന്തതിന് ശേഷം നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ കറി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ചട്ടിയിലായതുകൊണ്ടാണ് എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കുക. അത് ഏത് ചീര, ഏത് ഇലകളാണെങ്കിലും നമുക്ക് ഇതേ മെത്തേഡിൽ കറി വെക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ അരച്ചതിലും ടേസ്റ്റാണ്. ഇനി ആർക്കെങ്കിലുമൊക്കെ തേങ്ങ നിർബന്ധമാണെങ്കിൽ ഇതേപോലെ ഈ സമയത്ത് കുറച്ച് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കരുത്, തിള വരുമ്പോഴത്തേനും ഓഫാക്കുക. അങ്ങനെ. പക്ഷേ ഇത് തേങ്ങ ഇല്ലാണ്ടാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ നിർബന്ധമായിട്ട് ഒന്ന് നിങ്ങൾ അറിയിക്കണേ. എന്നാലേ എനിക്ക് എൻ്റെ ചാനലിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.